ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മളൊരു ഗാർലിക് ദോശയാണ് തയ്യാറാക്കാൻ പോകുന്നത്. അപ്പോൾ ഈ ദോശയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ സൈഡ് ഡിഷ് നമുക്കിതിന് ആവശ്യമില്ല. അപ്പോൾ അതുപോലെ തന്നെ വളരെ ഈസി ആയിട്ട് തയ്യാറാക്കാം. അതുപോലെ ഈ വർക്കിംഗ് ലേഡീസിനും പിന്നെ കുറച്ച് ബാച്ചിലേഴ്സ് ആയിട്ടുള്ള ആളുകൾക്കൊക്കെ വളരെ ഈസി ആയിട്ട് തയ്യാറാക്കാവുന്ന ഒരു റെസിപ്പിയാണ്. അപ്പോൾ കുട്ടികൾക്കൊക്കെ നല്ലപോലെ ഇഷ്ടപ്പെടുന്ന ഒരു ദോശയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഫസ്റ്റ് ടൈം കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. അപ്പോൾ നമുക്ക് അതിനുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ ഒന്ന് മിക്സിയിലിട്ട് അരച്ചെടുക്കണം. അപ്പോൾ വെളുത്തുള്ളിയാണ്, 2 വെളുത്തുള്ളി ഫുള്ള് ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊരു സവാള ഫുള്ള് എടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ 3 തക്കാളിയാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. അതും കൂടി എന്നിട്ട് അരച്ചെടുക്കണം നമുക്ക്. അപ്പോൾ ഇനി അടുത്തതായിട്ട് നമ്മുടെ വറ്റൽ മുളകാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഒരു 5-6 എണ്ണം നമുക്ക് എടുക്കാം. ഓരോരുത്തരുടെ എരിവിൻ്റെ അനുസരിച്ച് എത്ര വേണേലും ചേർത്ത് കൊടുക്കാം, കുഴപ്പമില്ല. അപ്പോൾ ഇനി അടുത്തതായിട്ട് നമ്മൾ കുറച്ച് ജീരകം കൂടി ചേർത്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത് നന്നായിട്ട് മിക്സിയിലിട്ട് നന്നായിട്ട് ഇതേപോലെ അരച്ചെടുക്കണം. അപ്പോൾ ഇനി അടുത്തതായിട്ട് ഇതേപോലെ ഒരു പാൻ എടുത്തിട്ട് നമുക്ക് അതിലേക്ക് ഞാൻ കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി ആ അരച്ച് വെച്ചിരിക്കുന്ന കൂടി അതിലേക്കൂടി ചേർത്തിട്ട് ഒരു 5 മിനിറ്റ്സ് നമുക്കൊന്ന് അതിൻ്റെ ഒരു പച്ച മണം പോകുന്നവരെ നമുക്കൊന്ന് നന്നായിട്ടൊന്ന് ചൂടാക്കിയെടുക്കണം. അത് നന്നായിട്ട് തീ നന്നായിട്ട് കൂടിയിരുന്നാലും കുഴപ്പമില്ല. അതിനകത്ത് വെള്ളത്തിൻ്റെ അംശം പെട്ടെന്നൊന്ന് പോയി കിട്ടാൻ അത് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ അതിന് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ഇവിടെ ചേർക്കണം. നമ്മൾ ഈ ദോശയ്ക്കകത്ത് ഇത് വെച്ചിട്ടാണ് നമ്മൾ കഴിക്കുന്നത്. അപ്പോൾ വേറെ ചട്നി ഒന്നും നമുക്കില്ല. അപ്പോൾ ഈ സമയത്ത് ഇതിൻ്റെ എരിവും ഉപ്പും ആവശ്യമുണ്ടെങ്കിൽ കുറച്ചുകൂടി ചേർക്കാം. അപ്പോൾ ഇതൊന്ന് ഒരു 5 മിനിറ്റ്സ് ആയിട്ടുണ്ട്. നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. അപ്പോൾ ഇനി അടുത്തതായിട്ട് നമ്മൾ ദോശ ഇട്ട് തുടങ്ങിയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ സാധാരണ നമ്മുടെ ദോശമാവ് തന്നെയാണ് ഇതിനെടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മളിതിൽ നെയ്യാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. നമ്മളിത് നെയ് റോസ്റ്റ് ഉണ്ടാക്കുന്ന പോലാണ്, ഗീ റോസ്റ്റ് ഉണ്ടാക്കുന്ന പോലാണ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇത് ദോശ ഇപ്പം നന്നായിട്ടൊന്ന് മൊരിഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. നന്നായിട്ട് മൊരിഞ്ഞതിന് ശേഷം നമ്മൾ ആ അരച്ച് വെച്ചിരിക്കുന്ന ഗാർലിക് പേസ്റ്റ് കൂടി ഇതിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കണം. അപ്പോൾ എല്ലായിടത്തും ഒന്ന് നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കണം. അപ്പോൾ എല്ലായിടത്തും അതൊന്ന് ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഓരോ ദോശ ഇതേപോലെ തന്നെയാണ് എടുക്കാൻ പോകുന്നത്. അപ്പോൾ സൈഡൊക്കെ ഒന്ന് മൊരിഞ്ഞു വന്നിട്ടുണ്ടായിരുന്നു. ഞാനത് എടുക്കുകയാണ്. കണ്ടറ നന്നായിട്ട് ക്രിസ്പി ആയിട്ട് വന്നിട്ടുണ്ട് ദോശ. അപ്പോൾ ഇതിനി സൈഡ് ഡിഷ് ഒന്നും നമ്മൾ നോക്കണ്ട, നല്ല ചൂടോടുകൂടി കഴിച്ചു നോക്കും. നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ളൊരു ദോശയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. അതേപോലെ തന്നെ ഫസ്റ്റ് ടൈം കാണുന്നവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. അതുപോലെ തന്നെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഇതേപോലെ നല്ല ഈസി ആയിട്ടുള്ള റെസിപ്പി ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും വേണ്ടി താങ്ക്സ്. ബൈ.